ഇത് വടക്കും പടക്കളം. ഫുൾ കോമഡിയാണ്. കുറച്ച് കോമഡി ഒരു 2 മണിക്കൂർ കുഴപ്പമില്ല. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. പടം ഇതുപോലുള്ള പടങ്ങൾ ഇനി ഇറങ്ങാതിരിക്കുക. തിയേറ്റർ നല്ല കയ്യടിയായിരുന്നു, നല്ല കൂക്കുവിളി ഉണ്ടായിരുന്നു, നല്ല ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു മൂവിയാണ് പടക്കളം. കൊള്ളാം, പടം കൊള്ളാം. പക്ഷേ എന്തായാലും ആദ്യമൊന്നും മനസ്സിലായില്ല, പിന്നീടാണ് മനസ്സിലായത്. വെറും ഒരു കോമഡി എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ത്രൂ കോമഡിയല്ല. എനിക്കിഷ്ടപ്പെട്ടില്ല പടം, വെറും ബോറ്. സുരാജ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ചെയ്തതിൽ നിന്ന് വളരെ ബോർ. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. പടം ഇതുപോലുള്ള പടങ്ങൾ ഇനി ഇറങ്ങാതിരിക്കുക. തമാശ കുഴപ്പമില്ല, കോമഡിയൊക്കെ കൊള്ളാം, രസമുണ്ട്. നല്ല നല്ല സിനിമയാണ്, കോമഡിയാണ്. ഫസ്റ്റ് ഹാഫിനെക്കാളും സെക്കൻഡ് ഹാഫ് നല്ലതായിട്ട് തോന്നി. കുറച്ചും കൂടെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരു മാജിക്കിൻ്റെ പരിപാടിയായിട്ടാണ് സിനിമ. അഭിനയം കൊള്ളാം, ഷഫറുദ്ദീൻ്റെ സൂപ്പർ അഭിനയം. പിന്നെ കൊള്ളാം, നല്ല സിനിമയുണ്ട്. പടം കൊള്ളാം, നല്ല പടമായിരുന്നു. കോമഡിയാണ്, നല്ല പടം, ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. അഭിനയം കൊള്ളാം. പുതിയ ഒരു ചെറുക്കണ്ടല്ല അതിലുള്ള അവൻ കിടിലായിട്ട് അഭിനയിച്ചു, അവനും കൊള്ളായിരുന്നു, നല്ല പടം. ആവറേജ് ആണ്, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കും. കോമഡിയൊക്കെ കൊള്ളാം, അഭിനയം കുഴപ്പമില്ല. കോമഡി ആണെങ്കിലും കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട്. പുതുമുഖങ്ങളാണോ അഭിനയം കുഴപ്പമില്ല. അത് സുരാജ് നല്ല ഇതുണ്ട്, കുഴപ്പമില്ല. കൊള്ളാം ഫുൾ കോമഡിയാണോ? കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്, ഡ്രാമ എല്ലാം ഉണ്ട്. കൊള്ളാം, നല്ലത്. ചേട്ടാ ഫുൾ കോമഡിയാണെന്ന് പറയുന്നത് ഫോണാണ്. സെക്കൻഡ് ഹാഫാണ് കൂടുതലും കോമഡി ഉള്ളത്. കുഴപ്പമില്ല, ഒരു ആവറേജ്. എങ്ങനെയുണ്ട് നമ്മുടെ സുരാജ് ചേട്ടനാണെങ്കിൽ ഷർഫുദ്ദീൻ? രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടത്. കോമഡി നല്ല കോമഡിയാണ്, കണ്ടിരിക്കാൻ കൊള്ളാം. ഒരു 2 മണിക്കൂർ ചിരിക്കാനുള്ളതല്ല, എല്ലാം ഉണ്ട്, കിടിലൻ സിനിമ. ചിരിക്കാനുണ്ടായിരുന്നു, ത്രൂ ഔട്ട് എന്താ പറയുക, ചിരിച്ചു ഞാൻ. അടിപൊളിയായിരുന്നു. ഷറഫുദ്ദീൻ, സുരാജ്, എല്ലാ ലീഡ് ആക്ടേഴ്സും കിടിലായിരുന്നു. പിന്നെ സപ്പോർട്ടിംഗ് റോൾസിലുള്ള എല്ലാവരും നല്ലതായിട്ട് വർക്കൗട്ടായി മൂവി. മസ്റ്റ് എന്തായാലും കണ്ടിരിക്കണം. കാരണം ചിരിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സങ്കടം വന്നാൽ മൂവി പോയി കണ്ടാൽ ഫുൾ കിടില. ഫസ്റ്റ് ഹാഫ് ചിരി, നമ്മൾ സെക്കൻഡ് ഹാഫ് എന്തെങ്കിലും സീരിയസ് ആയിരിക്കും, പക്ഷേ സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെ ഫുൾ ചിരിക്കാം. മൂവിയാണ്, ഒരു ബെസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ക്യാമ്പസ് ബേസ് ചെയ്തെടുത്തിട്ടുള്ള സിനിമകളിൽ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ മമ്മൂട്ടിയും അതുപോലെ തന്നെ കാവ്യ അഭിനയിച്ച ഓജോ ബോർഡിനെ കേന്ദ്രമായിക്കൊണ്ടുള്ള സിനിമയുണ്ടായിരുന്നു. ഞാൻ പേര് വിട്ടുപോയി. ഒരു ഫോറസ്റ്റിലൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതുമാതിരിയുള്ള മറ്റൊരു സാധനമാണ്. പക്ഷേ അതൊരു ക്യാമ്പസ് ബേസ് ആയിട്ട് ചെയ്തതുകൊണ്ട് നല്ല രസമായിട്ട് കാണാനുണ്ടായിരുന്നു. ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിനകത്ത് പോയി നമുക്ക് ഈ സ്വരാജ് ഒഴികെ ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് പുതിയ ആൾക്കാരാണ്. പക്ഷേ അവരെല്ലാം വളരെ നന്നായിട്ട് ആക്ട് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ പുതിയ ആൾക്കാർ അഭിനയിച്ച സിനിമയാണെന്ന് ഒരിക്കലും തോന്നുകയില്ല. കാര്യം അവർ അതിനോടൊപ്പം തന്നെ എല്ലാവരും ഇങ്ങനെ ഒരു നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ ഈ സിനിമ ഒരിക്കലും ഒരു കോമഡി ടച്ചുള്ള മൂവിയാണെന്ന് നമുക്ക് തോന്നത്തില്ല. പക്ഷേ ആ സിനിമയ്ക്കകത്ത് ഒരുപാട് കോമഡി ഉണ്ട്. ആൾക്കാർ വീണ് കിടന്ന് ചിരിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വയലൻസിൻ്റെയൊക്കെ സിനിമ കാലത്ത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് മൂവി ടൈപ്പ് സിനിമയാണ്. കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമ്മൾ ഈ പരകായ പ്രവേശം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഈ പരകായ പ്രവേശമുണ്ട്, ഈ അപരനായിട്ട് അഭിനയിക്കുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ സിനിമ കണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവെല്ലിന് ശേഷം ഇതിൽ ആരാണ് സുരേഷ്, ആരാണ് സതീഷ്, ആരാണ് സന്തോഷം, നമുക്ക് തന്നെ മാറിപ്പോകും. അപ്പോൾ ആ രീതിയിലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇവരിത് അഭിനയിക്കണമെന്ന് തോന്നത്തില്ല. അപ്പം തീർച്ചയായിട്ടും സുരാജിൻ്റെ ആ ഒരു പഴയകാല ആ കോമഡി ഒരു ടച്ച് ഉണ്ടായിരുന്നു. ആ കുട്ടികളൊക്കെ തന്നെ അവരൊക്കെ എനിക്ക് തോന്നുന്നു വളരെ അവർ ട്രൈ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ആ ക്ലൈമാക്സും അതുപോലെ തന്നെ അത് അവസാനം വച്ചിട്ടുള്ള ആ നൃത്തവും അതെല്ലാം തന്നെ വളരെ നല്ലതായിരുന്നു. മൊത്തത്തിലൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് പടക്കളം. അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന പൈസ മുതലാവുന്ന ഒരു നല്ല സിനിമയാണെന്ന് തന്നെ പറയാം. ഒരു പുതിയൊരു അറ്റംപ്റ്റ് തീർച്ചയായിട്ടും. കാര്യം എനിക്ക് തോന്നുന്നു ഡയറക്ടർ പുതിയ ആളല്ലേ മനു. അപ്പോൾ അത് മാത്രമല്ല പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസറുമാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പുതിയ ഡയറക്ടറെ ഏൽപ്പിച്ചൊരു മൂവി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സ്റ്റഫ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റേതായ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. തീർച്ചയായിട്ടും കാരണം തിയേറ്റർ നല്ല കയ്യടിയായിരുന്നു, നല്ല കൂക്കുവിളി ഉണ്ടായിരുന്നു, നല്ല ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു മൂവിയാണ് പടക്കളം. സുരാജിൻ്റെ അടുത്ത് വന്ന സിനിമകൾ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ത്രൂ കിട്ടാവുന്ന ഒരു നല്ല സിനിമയാണ്.
പിന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഈ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഒരു സിനിമ എന്നുള്ള നിലയിൽ നമ്മളൊരു റിവ്യൂ ഒക്കെ എന്നുള്ള നിലയിൽ നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം, ഈ ഓജോ ബോർഡൊക്കെ പോലത്തെ ഇങ്ങനത്തെ ഒരു വിഷയം നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ എടുത്തുകൊണ്ട് വരുമ്പോൾ ഈ പുതിയ പിള്ളേരൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇതെന്തിനാണ് ഇങ്ങനൊരു വിഷയം ഡിസ്കസ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം അവശേഷിപ്പിക്കാം. അത് നമ്മളിപ്പോൾ ഒരു റണ്ണിങ് മാറ്ററിൽ സിനിമ പക്കയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പൊതുവേ നമ്മൾ പറയുമല്ലോ, ഇപ്പം എന്തിനാണ് നമ്മൾ ഈ കാലത്ത് ഇങ്ങനെ ഒരു സിനിമ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം അതിനകത്തൊരു എൻഡിലൊരു ഉത്തരവില്ല എന്നതിനപ്പുറത്ത് പക്ഷേ ലോജിക്കലായിട്ട് തന്നെയാണ് അവർ എന്ത് ചെയ്തത്. ഡയറക്ടറുടെ ഭാഗത്തുനിന്നുള്ള സ്ക്രിപ്റ്റ് ആണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും മൊത്തം നല്ലൊരു സിനിമ, ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. കൊള്ളാം, നൈസ്. ശരിക്കും തൃപ്തിയോടെ ഇറങ്ങാൻ പറ്റും. തീർച്ചയായിട്ടും. ഫാമിലി ഓഡിയൻസിനും പിന്നെ തീർച്ചയായിട്ടും ഫാമിലി ഓഡിയൻസിനും പറ്റും. അതുപോലെ ക്യാമ്പസ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മൂവിയാണ്.